ഹായ് ഹലോ നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കൗണ്ടിങ് ഫിഗേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് ത്രികോണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്: തന്നിരിക്കുന്ന ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട്? സിമ്പിളാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ചെറിയ ത്രികോണങ്ങൾ എത്രയുണ്ടെന്ന് നോക്കുന്നു ആദ്യം. അതായത് 2 ചെറിയ ത്രികോണങ്ങളുണ്ട്, കൂടാതെ ഒരു വലിയ ത്രികോണമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ത്രികോണങ്ങളുടെ എണ്ണം ഇതിൻ്റെ അകത്ത് സിമ്പിളാണ് കണ്ടുപിടിക്കാൻ, 3 ത്രികോണങ്ങളുണ്ടെന്ന് കിട്ടും. പക്ഷെ കുറച്ചുകൂടി ഒരു ചിത്രം ഒന്ന് വലുതാക്കി തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള ത്രികോണങ്ങളുടെ എണ്ണം എണ്ണി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനു വേണ്ടി ഒരു ചെറിയൊരു ടെക്നിക്ക് ഒന്ന് ആദ്യം പഠിച്ചു പോവുകയാണ്. ചെയ്യേണ്ട കാര്യം ഇതാണ്: തന്നിരിക്കുന്ന ഷേപ്പിൽ ഈ രീതിയിൽ ഷേപ്പ് തരികയാണെങ്കിൽ അവിടെ ബേസിൽ എത്ര ത്രികോണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ അവിടെയൊക്കെ നമ്പർ ഇട്ട് പോവാം. ഓക്കെ, ഇവിടെ ഞാൻ 2 നമ്പറാണ് ഇട്ട് പോയിട്ടുള്ളത്. ഇനി അതിനുശേഷം ആ നമ്പേഴ്സ് തമ്മിൽ പരസ്പരം ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര ത്രികോണങ്ങൾ ഉണ്ട് എന്ന രീതിയിൽ എണ്ണം കിട്ടിക്കോളും. അതായത് 1 + 2 എന്ന രീതിയിൽ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 3 എന്ന രീതിയിൽ മൊത്തം ത്രികോണങ്ങളുടെ എണ്ണം 3 കിട്ടും. ഓക്കെ, ജസ്റ്റ് ഞാൻ ചിത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റാണ്. ഇതാ ഈ കേസിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ബേസിൽ എത്ര ത്രികോണങ്ങളുണ്ടോ അത്രയും നമ്പേഴ്സ് എഴുതി പോവുക. ഇവിടെ 1 2 3 എന്ന രീതിയിൽ നമ്പേഴ്സ് എഴുതി പോകുന്നു. ശേഷം ആ നമ്പേഴ്സ് തമ്മിൽ പരസ്പരം ആഡ് ചെയ്യുന്നു. 1 + 2 + 3. ആൻസർ അപ്പം 6 എന്ന് കിട്ടും. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾ ഇവിടെ എത്രയുണ്ട്? 6 ഉണ്ടെന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കൂടെ എന്ത് ചെയ്ത് നോക്കിയാലോ? ചെയ്യേണ്ട കാര്യം എന്താ? ബേസിൽ നമ്പേഴ്സ് എഴുതി പോവാം അല്ലേ? ഇതാ 1 2 3 4 4 ത്രികോണങ്ങളാണുള്ളത്. ഇനി ആ നമ്പേഴ്സ് തമ്മിൽ പരസ്പരം ആഡ് ചെയ്യാം. അപ്പോൾ 1 + 2 + 3 + 4 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് 10 ആയിരിക്കും. ഓക്കെ, സിമ്പിളാണ്. മെത്തേഡ് മനസ്സിലായല്ലോ. ചിത്രം കുറച്ചുകൂടി ഒന്ന് വലുതാക്കിയാലും നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റൂലേ? ഇതാ നോക്കി, ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്പേഴ്സ് എഴുതി പോകുന്നു. ഇവിടെ 6 ട്രയാങ്കിൾസ് ആണ് ബേസിലുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ബേസിൽ ആ നമ്പേഴ്സ് തമ്മിൽ പരസ്പരം ആഡ് ചെയ്യുന്നു. 1 + 2 + 3 + 4 + 5 + 6. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് മൊത്തം ത്രികോണങ്ങൾ 21 ഉണ്ട് എന്ന രീതി കിട്ടിക്കോളും. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് ഞാൻ ചെറുതായിട്ട് ചോദ്യം ഒന്ന് മാറ്റുന്നു. ഇവിടെ കണ്ടോ നിങ്ങൾ? ബേസിലുള്ള ത്രികോണങ്ങളുടെ എണ്ണം നമുക്ക് ഇവിടെ കണ്ടെത്താൻ പറ്റും. മാത്രമല്ല ഒരു ബേസ് കൂടെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, മുകൾ ഭാഗത്ത് ഒരു ബേസ് കൂടി ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനത്തെ കേസുകൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, എത്ര ബേസ് ഉണ്ടോ അവിടെയൊക്കെ നിങ്ങൾ നമ്പർ ഇട്ട് പോയിട്ട് അത് പരസ്പരം ആഡ് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, ചെയ്യുന്ന മെത്തേഡ് നോക്കിക്കോ. നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡ് തന്നെ ഇവിടെ ഫോളോ ചെയ്യുന്നു. അതായത് 1 2 3 4 എന്ന രീതിയിൽ നമ്പേഴ്സ് ഇട്ട് പോകുന്നു. അതിനുശേഷം ആ നമ്പേഴ്സ് തമ്മിൽ പരസ്പരം ആഡ് ചെയ്യുന്നു. ശേഷം ചെയ്യേണ്ടത് എന്താ? മുകളിലും അതേപോലെ തന്നെ ബേസ് ഉണ്ട്, അവിടെ ഞാൻ നമ്പർ ഇട്ട് പോകുന്നുണ്ട്. 1 2 4 എന്ന രീതിയിൽ നമ്പേഴ്സ് ഇട്ട് പോകുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു? ആ നമ്പേഴ്സ് തമ്മിൽ പരസ്പരം ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 1 + 2 + 3 + 4. അപ്പോൾ അതിൻ്റെ അകത്തും 10 ആണ്, താഴെയും 10 ആണ്. 2 10 എന്നുള്ള രീതിയിൽ ആൻസർ കിട്ടിയിട്ടുണ്ട്. ആ 2 10 കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതായിരിക്കും ഇതിൻ്റെ അകത്ത് ഈ ഷേപ്പിനകത്ത് മൊത്തം ഉണ്ടാകുന്ന ട്രയാങ്കിളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 20 എന്ന രീതിയിൽ കിട്ടും അല്ല. നെക്സ്റ്റ് ചിത്രം ചെറുതായിട്ടൊന്ന് മാറ്റുന്നു. ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യേണ്ടത് എന്നുള്ള മെത്തേഡ് ഞാൻ ഒന്നുകൂടി പറഞ്ഞു പോവാണ്. ബേസിലുള്ള ത്രികോണങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കുന്നു. ആ നമ്പേഴ്സ് തമ്മിൽ പരസ്പരം ആഡ് ചെയ്യുന്നു. ശേഷം ഒരു ബേസ് കൂടി ഫോം ചെയ്തിട്ടുണ്ട്. അവിടെ ഏതൊക്കെ നമ്പർ നമുക്ക് എഴുതാൻ പറ്റുമോ അത്രയും നമ്പറുകൾ എഴുതുക. 1 2 2 ത്രികോണങ്ങൾ അവിടെ കാണുന്നത്. അപ്പോൾ ആ നമ്പേഴ്സ് തമ്മിൽ പരസ്പരം ആഡ് ചെയ്യുക. അപ്പോൾ ആ ആൻസർ കിട്ടുന്നത് എന്താണോ അത് ആദ്യം കിട്ടിയ നമ്പറുമായിട്ട് ആദ്യം കിട്ടിയ ആൻസറുമായിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 10 + 3 എന്ന രീതിയിൽ 13 എന്ന രീതിയിൽ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് അടുത്തായിട്ട് ചെറുതായൊരു ചിത്രം ഒന്ന് മാറ്റുന്നു. അപ്പം ചെയ്യേണ്ട മെത്തേഡ് സെയിം തന്നെ. ആദ്യം നമ്പർ ഇട്ട് പോകുന്നു. 1 2 3 4 5 6 എന്ന രീതിയിൽ ആ നമ്പേഴ്സ് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്ത് പോകുന്നു. ആൻസർ കിട്ടും. അതിനുശേഷം അടുത്ത ബേസ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നു? നമ്പേഴ്സ് ഇട്ട് പോകുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക? ആ നമ്പേഴ്സ് തമ്മിൽ പരസ്പരം ആഡ് ചെയ്യുന്നു. ഓരോ ഭാഗത്തും എത്ര ബേസുകളുണ്ടോ ആ നമ്പേഴ്സ് എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നത്. ആ ആഡ് ചെയ്യുന്നപ്പോൾ എന്താണോ കിട്ടുന്ന ആൻസേഴ്സ് അത് പരസ്പരം എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. നമ്മൾ 21 + 6 + 10 എന്ന രീതിയിൽ നമ്മൾ ആഡ് ചെയ്ത് പോകുന്നു. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾ ഇൻ ദിസ് കേസ് എത്രയാ? 37. 21 + 6 + 10 എന്ന് പറയുന്നത് 37 എന്ന രീതി കിട്ടും. ഓക്കെ, ഇനി അടുത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? സ്വന്തമായിട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കണ്ടുപിടിച്ചോളാം. സിമ്പിളാണ്. എത്ര ബേസ് ഉണ്ടോ അവിടെയൊക്കെ നമ്പർ ഇട്ട് പോയിട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. ബൈ.